കോൺഗ്രസിന് അന്തസ്സുണ്ടെങ്കിൽ അയാളോട് MLA സ്ഥാനം രാജിവെക്കുമെന്ന് വേണം. ഞങ്ങൾ പുറത്താക്കി, ഇനി അയാൾ ഏത് കയ്യാലെ ചാടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ശരിയല്ലല്ലോ. ഇപ്പൊ ശരിയാക്കും. കുതിരവട്ടം പപ്പു ശരിയാക്കിയതുപോലെ ഇപ്പൊ ശരിയാക്കും എന്നാണ്. ഒന്നും ശരിയാവത്തില്ല. ആർക്കും ഒരു ആശങ്കയും വേണ്ട. ഓരോരുത്തർ കാണിക്കുന്ന വൃത്തികേടുകൾ. ഇപ്പൊ എല്ലാവർക്കും ആഗ്രഹം ഒരാളെ പിടിച്ചുകൊണ്ട് ജയിലിൽ ഇട്ടിട്ടുണ്ട്, അയാൾക്ക് ജാമ്യം കിട്ടുമെന്ന് അറിയാനുള്ള വലിയ ആകാംക്ഷയിലാണ്. അയാളെ ഒന്ന് എങ്ങനെയെങ്കിലും ഇറക്കിക്കൊണ്ട് പോകണമെന്നാണ്. അധപ്പതനം എന്നല്ലാതെ എന്ത് പറയാൻ. കോൺഗ്രസിന് അന്തസ്സുണ്ടെങ്കിൽ അയാളോട് MLA സ്ഥാനം രാജിവെക്കുമെന്ന് വേണം. ഞങ്ങൾ പുറത്താക്കി, ഇനി അയാൾ ഏത് കയ്യാലെ ചാടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ശരിയല്ലല്ലോ. അയാളെ പുറത്തു പോകാൻ പറയൂ. ഞങ്ങളുടെ കേരളത്തിൽ കിട്ടിയ ഈ MLA സ്ഥാനം രാജിവെക്കൂ എന്ന് പറയാൻ ഒരു കോൺഗ്രസ് നേതാവിന് ധൈര്യമില്ല. എന്തോ ഒരു പേടിയുണ്ട്, എന്തോ ഒരു സാധനം ഏതാ ഉണ്ട്. നമ്മളിതൊന്നും കണ്ട് ഇളകേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞ പോലെ അച്ഛൻ പറഞ്ഞില്ല, എൻ്റെ അച്ഛൻ മരിക്കും പറയായിരുന്നു 10-20 ദിവസത്തെ കാര്യമുള്ളൂ. ഇപ്പോൾ എന്താണെന്നുള്ളതാണ് സത്യം. ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണനയും കേന്ദ്ര ഗവൺമെന്റ് നമ്മളോട്, ജനങ്ങളോട്, കേരളത്തിലെ ഇടതുമുന്നണി സർക്കാരിനോടല്ല, കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന ക്രൂരത നമ്മൾ കാണണം. തിരുവനന്തപുരത്ത് ഒരു കോർപ്പറേഷൻ, ഞാൻ രാജൻ മിനിസ്റ്റർ പറഞ്ഞുകൊണ്ട് ഒന്നുകൂടെ സൂചിപ്പിക്കുക, അധികാരത്തിലെത്തി. രഹസ്യ ധാരണ എന്താണെന്ന് എല്ലാവരും മനസ്സിലായിക്കൊണ്ട് ഈ ബസ് എന്ന് പറഞ്ഞൊരു സാധനം ആദ്യം തുടങ്ങി. ബസ്സിന്റെ കണക്ക് പറഞ്ഞ് ബസ് അങ്ങ് കൊടുത്തേക്കാം എന്ന് പറഞ്ഞപ്പോൾ ആർക്കും വേണ്ട. കാരണം ബസ് നടത്തിക്കൊണ്ടുപോകാൻ പറ്റൂല, നടുവൊടിഞ്ഞു പോകും. ഇത് KSRTC ഒരു കൂട്ടത്തിന്റെ ഗുണം നടക്കുന്ന ആ ബസ്സിന്റെ സംഭവം നരേന്ദ്രമോദിയെ തിരുവനന്തപുരത്ത് കൊണ്ടുവരുന്ന ദിവസം 101 വാർഡുകളിലും ഈ ബസ്സുകൾ സൗജന്യമായി ഓടും എന്ന് അദ്ദേഹത്തോട് പ്രഖ്യാപിക്കാനുള്ള പരിപാടിയായിരുന്നു കരുതി വെച്ചിരുന്നത്. അതങ്ങ് പൊളിഞ്ഞു. അതായിരുന്നു പരിപാടി. നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്നിട്ട് 101 വാർഡിലേക്ക് സൗജന്യ ബസ് അനുവദിച്ചിരിക്കുന്നു. ഏതാ ഇതെടുത്ത് ഓടിക്കാനാ? ഇത് ഡീസൽ വണ്ടിയായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞവർക്ക് അവർ എടുത്തുകൊണ്ടാ പറയും. ഇത് എടുക്കാൻ പോലെ ഈ ഇലക്ട്രിക് കുറ്റിയാണ്. ഈ കുറ്റി ഇളകി വേറെ സ്ഥാപിക്കണമെങ്കിൽ ഒരു മിനിമം 3 മാസം എടുക്കും. അന്ന് സ്ഥാപിച്ചവന് ഇതുവരെ ബില്ല് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇത് ആരെ ഇളക്കി അപ്പുറത്തോട്ട് വയ്ക്കുന്നേ? ഇത് മിനിമം ഇളക്കി അപ്പുറത്ത് വെക്കണമെങ്കിൽ 3 മാസം എടുക്കും. ടെൻഡർ വിളിച്ച് ആള് വന്ന് ട്രാൻസ്ഫോമർ വെച്ച് അങ്ങോട്ട്. ഡീസൽ വണ്ടിയാണ് എടുത്തുകൊണ്ട് അപ്പുറത്തെ പമ്പിൽ കയറി ഡീസൽ അടിക്കാം. അങ്ങനെ കെണിയിലാണ് വീണത്. അത് മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. കാരണം എടുത്തുകൊണ്ട് പോയി അവർ നടത്താനൊക്കില്ല. ഇത് കടുത്ത നഷ്ടത്തിൽ പോലും സാധനമാണ്. ഇപ്പോഴാണൊന്ന് പച്ച പിടിച്ചപ്പോൾ ആരാണ്ട് പറഞ്ഞു കൊടുത്തു ഇതെല്ലാം കൂടി ഈ വന്നാൽ ഭയങ്കര. ഇതെന്താണ് ഉദ്ദേശം? എല്ലാവർക്കും ഫ്രീ ആണെന്ന് പറഞ്ഞ് പ്രഖ്യാപിപ്പിക്കുക, എന്നിട്ട് ഓടിക്കുക, എന്നിട്ട് പറയണ്ട KSRTCയും കേരള സർക്കാരും ഞാൻ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച സൗജന്യം കൊടുത്തില്ലേ എന്ന് പറയും. അതുകൊണ്ട് കേട്ടോ എയിംസ് കിട്ടിയതാ. എയിംസിന് സ്ഥലം എടുത്തിട്ടേക്കുക. മുഖ്യമന്ത്രി പറയുന്നത് എവിടെ ആയാലും ശരി എയിംസ് ഉണ്ട്, ആ സ്ഥലം ഇഷ്ടം പോലെ തരാമെന്ന് പറഞ്ഞത്. എത്ര 100 ഏക്കറോ 200 ഏക്കറോ എല്ലാം ഉണ്ട് കയ്യിൽ. പക്ഷെ എയിംസ് ഇനിയിപ്പോ എയിംസ് മാറിയിട്ട് അതുപോലത്തെ ആശുപത്രി നമ്മൾ തന്നെ തുടങ്ങേണ്ടി വരും. വീണ്ടും അധികാരത്തിലെത്തുന്ന ഇടതുമുന്നണി സർക്കാർ, മൂന്നാമതെത്തുന്ന പിണറായിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഒരു എയിംസ് തുല്യമായ ആശുപത്രി കേരളത്തിൽ ഉണ്ടാക്കുന്നതിനെ പറ്റി ആലോചിച്ചാൽ എവരുടെ പുറകിൽ ഇനി നമ്മൾ ഇതിനു വേണ്ടി പോകേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത കാര്യമൊന്നുമില്ല. നമ്മൾ ഇത്രയൊക്കെ നടത്തുന്നില്ല. ഈ ഒരു സാമ്പത്തിക ഞെരുക്കമുണ്ടാക്കുമ്പോഴും ഭരണപരമായ ഞെരുക്കമുണ്ടാക്കുമ്പോഴും അനാവശ്യങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കുമ്പോഴും ഒക്കെയും നമ്മൾ അതിനെയെല്ലാം നേരിടാനുള്ള കരുത്തുള്ള ഇടതുമുന്നണി നേതൃത്വം കൊടുക്കുന്ന സർക്കാർ. ജനങ്ങൾക്കതറിയാം, അവരോടത് പറയണം. ഈ പ്രതിസന്ധിയിലെല്ലാം ഈ നാടിനെ നയിക്കാൻ കരുത്തുറ്റ നേതൃത്വം ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടിക്കൊണ്ട് അത് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ശക്തമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും കുറവ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടോ? നെല്ല് സംഭരിക്കാൻ പറഞ്ഞാൽ നെല്ല് സംഭരിച്ചു സമയത്ത് തന്നെ. കർഷകന്റെ നെല്ല് സംഭരിച്ചില്ല എന്ന് പറഞ്ഞു. പാലക്കാടും കൃത്യസമയത്ത് തന്നെ സംഭരിച്ചു. ക്ഷേമ പെൻഷനുകൾ പ്രഖ്യാപിച്ചതുപോലെ കൊടുത്തു. കുടിശ്ശികയെല്ലാം തീർത്തു കൊടുത്തു. എന്ത് കുറ്റമാണ് ഈ സർക്കാർ ചെയ്തത്? ആരാണ്ടൊരുത്തൻ ശബരിമലയിൽ നിന്ന് മോട്ടിച്ച് അവനെ പിടിച്ച് ജയിലിടണം. നമുക്കെന്ത്? നമ്മളെ ആരെങ്കിലും ആണോ? അല്ലല്ലോ. ആര് മോട്ടിച്ചാലും പിടിച്ച് ജയിലിടുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. അത് നിയമത്തിന് വഴിക്കാണ് പോകുന്നത്. തെറ്റ് ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടുമെന്നൊരു സംശയം വല്ലതും ഉണ്ട്. ആരെയാണ് ഇവിടെ സഹായിച്ചത്? ആരെയാണ് ഈ സർക്കാർ ഔട്ട് ഓഫ് ദ വേ ആയിട്ട് സഹായിച്ചത്? ആരെയും സഹായിച്ചിട്ടില്ല. സർക്കാർ സുതാര്യമായി മുന്നോട്ട് പോകുന്ന സർക്കാരാണ്. അഴിമതി ആരോപണങ്ങൾ നടത്തുന്നു. എന്തൊക്കെ അഴിമതി ആരോപണങ്ങൾ? ഈ റോഡിലിരിക്കുന്ന ഫൈൻ അടിക്കുന്ന ക്യാമറയെല്ലാം അഴിമതിയാണെന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവും കേസ് കൊടുത്തു. മുൻ പ്രതിപക്ഷ നേതാവും ഡ്യൂപ്ലിക്കേറ്റ് പ്രതിപക്ഷ നേതാവും കേസ് കൊടുത്തു. രണ്ടുപേരും 1 and 2. പ്രതിപക്ഷ നേതാവ് 1, പ്രതിപക്ഷ നേതാവ് 2. അങ്ങനെ 1 and 2 കേസ് കൊടുത്തു. കോടതി കേസ് തള്ളിയിട്ട് പറഞ്ഞില്ല, അഴിമതി ഇല്ല, എടുത്തോണ്ട് പോകാൻ പറഞ്ഞു. വെറുതെ കൊടുക്കുക. പറഞ്ഞിട്ടൊരു വിശ്വാസം ആളുകൾക്ക് വരാത്തത് കൊണ്ട് എന്നാൽ കോടതി കൊടുത്തേക്കാം. ഹൈക്കോടതി പറഞ്ഞു സമയം മെനക്കെടുത്തെടുത്ത് പൊയ്ക്കുമെന്ന് പറഞ്ഞു. സമയം മെനക്കെടുത്തിയത് ഫൈൻ അടിച്ചില്ല എന്നുള്ളത് ഒഴിച്ചാൽ എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. ഏത് ആരോപണമാണ്? ഇവിടെ പല ആരോപണവും പറഞ്ഞല്ലോ. ആരോ പണം വാങ്ങി എന്ന് പറയുന്നതല്ലാതെ ഇവിടെ അതൊന്ന് തെളിയിക്കൂ. ഈ 9 വർഷം പിന്നിടുന്ന ഈ സർക്കാർ ഈ 9 വർഷം പിന്നിടുമ്പോൾ ഇത്രയും ദിവസം ആരോപണം ഉന്നയിച്ചത് ഒരു ആരോപണം അടിസ്ഥാനപരമായി തെളിയിക്കാനോ അതിനനുസൃതമായ പേപ്പറുകൾ ഒരു കോടതി മുമ്പാകെ സമർപ്പിക്കാനോ കഴിഞ്ഞിട്ടുണ്ടോ? 2 ദിവസം ആഘോഷിക്കും.
2 ദിവസം ആഘോഷിച്ച് കഴിയുമ്പോൾ ഇന്നെ കാണാനില്ല, പരമാവധി ഒരാഴ്ച ആഘോഷിക്കും. ഈ ആഘോഷമല്ലാതെ നമ്മളെ സംബന്ധിച്ച് ഒരു കാര്യം തുറന്നു പറയുന്നുണ്ടെന്ന് വരും. ചില മാധ്യമങ്ങൾക്ക് നമ്മളോട് നല്ല വിരോധമുണ്ട്. പിന്നെ അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഭരിക്കുന്നവനെതിരെ ചീത്ത പറഞ്ഞാലേ ആളുകൾ കാണത്തുള്ളൂ എന്നൊരു വികാരമുണ്ട്. ഞാൻ മീഡിയ രംഗത്ത് വന്നതായിട്ട് അറിയാം, എപ്പോഴും ഭരണ സംവിധാനത്തിനെതിരെ പറയുന്നവർക്കാണ് കയ്യടി കൂടുതൽ കിട്ടുന്നത്. അല്ലാതെ ഭരണം കൊള്ളാം എന്ന് പറഞ്ഞാൽ ആരും കയ്യടിക്കത്തില്ല. ആരും അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ അത് ആരും ലൈക്ക് ചെയ്ത് മുമ്പോട്ട് വിടത്തില്ല. എന്തെങ്കിലും കുഴപ്പം കണ്ടാൽ എന്നാ പിടിച്ചോ, അവന്റെ കുറ്റം വന്നിട്ടുണ്ട്, ഒരു 10 പേർ കഴിക്കും, പറ്റുമെങ്കിൽ 100 പേർ കഴിക്കും. ഇത് മനുഷ്യ സഹജമായൊരു സ്വഭാവമാണ്. അപ്പൊ അതുകൊണ്ട് അതിലൊന്നും കണ്ട് വിഷമിക്കേണ്ടതില്ല. പിന്നെ പഞ്ചായത്ത് ഇലക്ഷനെ ഓർത്ത് ആരും തളർന്നിരിക്കുകയും വേണ്ട. 10-20 ദിവസം മതി കാര്യങ്ങളൊക്കെ മാറി മറിയാൻ. സത്യം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു തുടങ്ങി. ശബരിമലയുടെ പേരിൽ വോട്ട് പിടിച്ചവർ, ജാതിയുടെ പേരിൽ വോട്ട് പിടിച്ചവർ, വർഗീയത പറഞ്ഞവർ, അങ്ങനെ വോട്ട് പിടിച്ചവർ, ഇവരെല്ലാവരും മനസ്സിലാക്കണം, ആ കാലാവസ്ഥ മാറി തുടങ്ങിയിരിക്കുന്നു. സത്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞു കൊടുത്തു. സത്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഇപ്പൊ നമ്മളതിനൊരു വികാരമുണ്ട്, എന്നെ ഒരുത്തം കളിപ്പിച്ചു, അവൻ പറഞ്ഞ ഞാൻ അതിനനുസരിച്ച് പ്രവർത്തിച്ചു, അവൻ പറയുന്ന കേട്ടുണ്ട്. യവൻ പറഞ്ഞ കള്ളമെന്ന് പറഞ്ഞാൽ അവനായിരിക്കും പിന്നെ എന്റെ മേലെ ഏറ്റവും വലിയ ശത്രു. ആ ശത്രുത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ UDF-നോടും BJP-യോടും കേരളത്തിലെ ജനങ്ങൾ കാണിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കേരളത്തിലെ ജനങ്ങളെ കളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയേണ്ടത് കേരളത്തിലെ ജനങ്ങൾ തന്നെയാണ്. ഈ സംസ്ഥാന സർക്കാരിനെ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കി കേരളത്തിന് നൽകേണ്ട പദ്ധതികൾ നൽകാതെ കേരളത്തിനെ ജനങ്ങളെ അധിക്ഷേപിക്കുന്ന സർക്കാരിനെ ഒന്നല്ല, നമുക്കെന്ത് സർക്കാർ ജനാധിപത്യമാണ്, ഒരാളുടേതല്ല, ഇതൊരു കൂട്ടായ്മയുടേതാണ്. ഒരു സർക്കാർ എന്ന് പറയുന്ന ജനങ്ങളുടേതാണ്, ജനാധിപത്യമാണ്. ആ ജനങ്ങളെ, കേരളത്തിലെ ജനങ്ങളെ അധിക്ഷേപിക്കുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരെ ഈ സമരം അനേക സമരങ്ങളിൽ ഏറ്റവും അവസാനത്തെ സമരമല്ല, ഇനിയും സമരങ്ങൾ ഉണ്ടാകും. നമ്മൾ നടത്തുന്ന ഈ സമരം വിജയിപ്പിക്കാൻ സഹകരിച്ച എല്ലാ സഖാക്കളും എല്ലാ സുഹൃത്തുക്കളെയും സഹോദരി സഹോദരന്മാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി കരുത്തുറ്റ മുന്നേറ്റം നടത്തി കേന്ദ്ര അവഗണനയ്ക്കെതിരെ ശക്തമായ സമരവും ശക്തമായ നിലപാടുകളും എടുത്ത് മുന്നോട്ട് പോകും. ഈ രാജ്യത്ത് SIR നടത്തിയപ്പോൾ പ്രതിഷേധിച്ചതും ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി, നോട്ട് നിരോധിച്ചപ്പോൾ പ്രതിഷേധിച്ച ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി, മനുഷ്യ മതിൽ തീർത്തു. അതുപോലെ പൗരത്വ നിയമം കൊണ്ടുവന്ന് ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന ന്യൂനപക്ഷ വിഭാഗത്തിലിട്ട പൗരന്മാരെ ഈ നാടിന്റെ അതിർത്തി കടക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ എതിർത്തതും ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി മാത്രം എന്ന അഭിമാനത്തോടെ പറയാം. വേറെ ആരും സമരത്തിനാരും കണ്ടില്ല. ഡൽഹിയിൽ ആ സമരം ഉണ്ടായിരുന്നില്ല. കോൺഗ്രസിൽ ശക്തി ഉണ്ടെന്ന് പറഞ്ഞ കർണാടകത്തിൽ ആ സമരം ഉണ്ടായില്ല. മമതാ ബാനർജി പോലും സമരം ചെയ്തില്ല. ആകെ അതിനെതിരെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സമരം ചെയ്തത് ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി മാത്രം. BJP ഉണർത്തി വരുന്ന മതവികാരത്തെക്കാൾ അപകടകരമായ മതവികാരമാണ് UDF ഈ സംസ്ഥാനത്ത് അഴിച്ചുവിടുന്നത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പറഞ്ഞു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എന്ത് പറഞ്ഞു? പോറ്റിയെ കയറ്റി. ആര് പോറ്റിയെ കയറ്റി? പോറ്റിയെ കയറ്റിയ തന്ത്രിയാ, മന്ത്രിയല്ല. പോറ്റിയെ കയറ്റിയത് ഏതോ മന്ത്രിയാണ്, പോറ്റിയെ കയറ്റിയത് ഏതോ ബോർഡ് മെമ്പറാണ്, ഏതോ ചെയർമാൻ പ്രസിഡന്റാണ് എന്നെല്ലാം പറഞ്ഞ് പ്രചരിപ്പിച്ച് പാട്ടുപാടി നടന്ന കോൺഗ്രസ്സുകാർ ഇപ്പൊ പറയുന്നത് പോറ്റിയെ കയറ്റിയത് തന്ത്രിയാണ് എന്ന് ആര് കണ്ടെത്തി? കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്. സാധാരണ ഒരു അന്വേഷണം തുടങ്ങിയാൽ അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ ചാർജ് ഷീറ്റ് സമർപ്പിക്കുകയാണ്. ഇവിടെ അങ്ങനെയല്ല. എല്ലാ ആഴ്ചകളിലും 1-2 ആഴ്ച കൂടുമ്പോൾ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി അടച്ചിട്ട കോടതിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിക്കുകയാണ്, എന്തായി കാര്യങ്ങൾ, എവിടം വരെ എത്തി, ആരെയൊക്കെ അറസ്റ്റ് ചെയ്തു, ആരൊക്കെയാണ് കുഴപ്പക്കാർ എന്നന്വേഷിക്കുന്ന അത്ര കൃത്യതയുള്ള ഒരു അന്വേഷണത്തിൽ ഈ പറയുന്ന മോട്ടാവായ പോറ്റിയെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്നതും അവിടെ അകത്ത് കയറ്റിയതും തന്ത്രിയാണ് എന്ന് പറയുമ്പോൾ കുറെ ആൾ പറയുന്നു അങ്ങനെയല്ല, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ കേസിൽ പ്രതിയാകണം. അതാണ് ഇപ്പൊ ഇവിടുത്തെ രാഷ്ട്രീയം. ഞങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്ന അയാൾ കേസിൽ പ്രതിയാകണം. എന്തൊക്കെ കുറ്റം ചെയ്തു എന്ന് UDF-ഉം BJP-യും ഒരേ സ്വരത്തിൽ പറയുന്നു. അവരാ ആ കുറ്റം ചെയ്തു എന്ന് സമ്മതിക്കണം. അത് പറ്റൂ. ഈ രാജ്യത്തൊരു നീതിന്യായ വ്യവസ്ഥയുണ്ട്. അവിടെ സത്യസന്ധമായി മാത്രമേ ഒരു ഗവൺമെന്റ് പെരുമാറാൻ പറ്റൂ. മാത്രമല്ല, സർക്കാർ സ്വാധീനിക്കപ്പെടുന്ന ഒരു അന്വേഷണമല്ല, സംസ്ഥാന സർക്കാരിനോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പോലും ഇടപെടാൻ കഴിയുന്ന ഒരു അന്വേഷണമല്ല ശബരിമല വിഷയത്തിൽ നടക്കുന്നത്. ശബരിമലയുടെ ഒരു ക്രമക്കേട് നടന്നിട്ടുണ്ട് എങ്കിൽ അത് കണ്ടെത്തുമ്പോൾ കോടതി മുമ്പാകെ തന്നെ അത് വരികയും അവരെ ആരാണോ കുറ്റക്കാർ അവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. ഒരു തെരഞ്ഞെടുപ്പിൽ മറ്റൊന്നും, ഞാൻ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥലത്തും പോയി നോക്കും. BJP-ക്കും കോൺഗ്രസിനും ഒരേ സ്വരയാ പറയാനുള്ളത്, ആ ശബരിമല 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 ശബരിമല. ആരാണ് ശബരിമലയിൽ സ്വർണം കട്ടതെന്നും കൊടിമരത്തിന്റെ മുകളിലിരുന്ന വായുവാഹനം വരെ അടിച്ചുകൊണ്ട് പോയത് ആരാണെന്നും ഇപ്പോൾ ദിവസങ്ങൾ കഴിയുന്നവരും തിരഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തെറ്റായി ധരിപ്പിച്ചതിന് കേരളത്തിലെ ജനങ്ങളോട് UDF-ഉം BJP-യും ഒരേ സ്വരത്തിൽ മാപ്പ് പറയേണ്ട സമയമായിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞത് എന്താണ്? നമ്മളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നു ജനങ്ങളോട് പറഞ്ഞത് ഈ നാടിന്റെ പുരോഗതിയെ കുറിച്ചാണ്. ജനക്ഷേമപരമായി
തൊഴിലുറപ്പ് പദ്ധതി അവസാനിപ്പിച്ചതിന്റെ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ക്ഷേമ പെൻഷനിലുള്ള വർധനവിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഓരോ ഗ്രാമപ്രദേശത്തും വന്നുള്ള വികസനത്തെ കുറിച്ചാണ് പറഞ്ഞത്. നാടിന്റെ നന്മയെ കുറിച്ചാണ് ഇടതുപക്ഷ ജനാധിപത്യം പറഞ്ഞത്. പക്ഷെ മുന്നണി പറഞ്ഞത്, പക്ഷെ അത് കേൾക്കാൻ ആളുണ്ടായില്ല. അവിടെ മതവികാരം എവിടെയും, ഏത് രാജ്യത്തും, ഏത് ജനാധിപത്യത്തിലും, ഏത് ഫാസിസത്തിലും അഴിച്ചുവിടാൻ കഴിയുന്ന ഒരു സാധനമാണ് മതവികാരം. ആ മതവികാരത്തെ ഉണർത്തിവിട്ട് ന്യൂനപക്ഷങ്ങളെയും ഭൂരിപക്ഷങ്ങളെയും തമ്മിലടിപ്പിച്ചും വിയോജിപ്പിച്ചു നിർത്തിയും ഒക്കെ അധികാരം പിടിക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഈ രണ്ട് കക്ഷികൾക്കുള്ളൂ. നമ്മളിവിടെ തിരുവനന്തപുരത്ത് BJP അധികാരത്തിലെത്തി എന്നൊക്കെ കൊട്ടിഘോഷിക്കുന്നു. ഞാൻ തിരുവനന്തപുരത്ത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തിരുവനന്തപുരത്ത് വന്ന ആളാണ്, പഠിക്കാൻ വേണ്ടി, സ്കൂളിൽ ചേരാൻ വേണ്ടി. ഞാൻ ഇത്രയും വികസനം തിരുവനന്തപുരത്തിന്റെ ചരിത്രത്തിലുണ്ടായത് സഖാവ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായതിനു ശേഷം കൊണ്ടുവന്ന പദ്ധതിയിൽ തന്നെയാണ് തിരുവനന്തപുരം നഗരം അങ്ങ് കവടിയാർ, അങ്ങ് പേരൂർക്കട മുതൽ ഇങ്ങോട്ട് വികസിച്ചത്. അനേകം ഡ്രെയിനേജ് വർക്കുകൾ, അവിടെ അങ്ങ് ഡ്രെയിനേജ് ഉണ്ടായിരുന്നില്ല, അമ്പലമുക്ക് പേരൂർക്കട ഭാഗത്തൊന്നും. അവിടെയെല്ലാം ഡ്രെയിനേജ് വന്നു. ഇവിടെ MLA ഇവിടെ ഇരിപ്പുണ്ട്, നമുക്ക് കാണാം. അവിടെയെല്ലാം പൈപ്പ് ലൈനുകൾ ഇല്ലാത്തടത്തെല്ലാം പൈപ്പ് ലൈൻ വന്നു, നല്ല റോഡുകൾ വന്നു. ഇതെല്ലാം വന്നത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പറയുന്നു ഞങ്ങൾ ഇപ്പൊ ശരിയാക്കി തരും എന്ന് പറഞ്ഞ് വന്നിരിക്കുക. ഇപ്പൊ ശരിയാക്കും, കുതിരവട്ടം പപ്പു ശരിയാക്കിയതുപോലെ ഇപ്പൊ ശരിയാക്കും എന്നാണ്. ഒന്നും ശരിയാവത്തില്ല, ആർക്കും ഒരു ആശങ്കയും വേണ്ട. ഇതെടുത്ത് റെക്കോർഡ് ചെയ്ത് വെച്ചോളൂ, 5 കൊല്ലം കഴിഞ്ഞ് വീണ്ടും കേൾക്കാം. ഒന്നും തിരുവനന്തപുരം സിറ്റിയിൽ നടക്കാൻ പോകുന്നില്ല.